ഉറപ്പായിട്ട് കേരള അഡ്മിനിസ്ട്രേഷൻ മുഴുവനും ഫീഡ്ബാക്ക് കൊടുത്ത് കാണും. അതായത് ഈ ഇതാണ് ടെമ്പറേച്ചർ, ഇതാണ് അവിടുത്തെ ഇതാണ് കാലാവസ്ഥ, അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇപ്പം ഇന്നലെ ഉണ്ടായ മഴയൊന്നുമല്ല, 3, 4, 5 ദിവസം ഇനി കേരളത്തിൽ മഴ പെയ്യുന്നുണ്ട്. പലയിടത്തും ഓറഞ്ച് അലേർട്ടാണ്, പലയിടത്തും റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം അറിയാം. ഇതാണ് അലംഭാവം എന്ന് പറയുന്നത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാം അറിഞ്ഞ സംഭവം. ഒരാലോചിച്ച് നോക്ക്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സഞ്ചരിച്ച് ലാൻഡ് ചെയ്ത ആ ചോപ്പർ ആൾക്കാർ തള്ളിക്കൊണ്ടു പോകുന്നൊരു സ്ഥിതി. ഈ ഗ്ലോബലായിട്ടൊക്കെ നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു, 2ാം സ്ഥാനത്ത് വരുന്നു, 3ാം സ്ഥാനത്ത് പോകുന്നു. ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനാണ് ഇതുണ്ടായേക്കുന്നത്. ഇതിവിടെ സാധാരണക്കാരൻ്റെ ഇഷ്യൂ എന്തുവാ? ഭയങ്കര നാണക്കേട് ഈ സംഭവം. അതായത് നമ്മുടെ ഉദ്യോഗസ്ഥ ബ്യൂറോക്രസി ഭരിക്കുന്ന തലത്തിലുണ്ടായ ഏറ്റവും വലിയ പരാജയം. ഇതിനകത്ത് പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത്, അപ്പം അതിനകത്ത് ഉദ്യോഗസ്ഥരെയും അതിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അവരും ഇതിനകത്ത് കൂട്ടുപ്രതികളാണ്. കാരണം അവർക്കൊരു അതിനുവേണ്ടി എക്സ്പേർട്ട് കമ്മിറ്റിയുണ്ട്, സെക്യൂരിറ്റി കമ്മിറ്റിയുണ്ട്, ഈ പറയുന്ന നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഈ എവിടെയാണ് ലാൻഡ് ചെയ്യുന്ന അവിടുത്തെ പ്രദേശം പോയി കാണുക, അഡീഷണൽ ആയിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഹ്യൂജ് സാലറി ഒക്കെ മേടിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ ഉത്തരവാദിത്വം അവിടെ പോയി. ഇത് സ്റ്റേറ്റിനെ മാത്രം തള്ളിക്കളയാൻ പറ്റത്തില്ല, അവരുടെ കൂടെ ഉത്തരവാദിത്വമാണ്. പിന്നെ സെൻട്രൽ ഇൻ്റലിജൻസ് അവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞുകൂടായി, അങ്ങനല്ല ഇതിങ്ങനെയാണ്. ഏതായാലും ഒരു കാര്യം പറയാം, നാണക്കേടായിപ്പോയി. നാണക്കേട് എന്നല്ല, ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ്. കേരള DGP പറഞ്ഞ പൂർണ്ണമായ അടിസ്ഥാനരഹിതമാണ്. ഇത് വലിയൊരു സെക്യൂരിറ്റി ലാപ്സ് തന്നെയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കേരളത്തിൽ വന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇതിനെപ്പറ്റി കർശനമായ നടപടിയെടുത്താൽ മാത്രമേ ഫ്യൂച്ചറിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഭരിക്കുന്നവർക്കും ഇതിൻ്റെ യഥാർത്ഥം മനസ്സിലാക്കി അവർ പിന്നീട് പ്രവർത്തിക്കുകയുള്ളൂ.